ഹായ് ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഉണ്ടാക്കുന്നതല്ല, ഇങ്ങനെ അടുപ്പിൽ നിന്നും ഉണ്ടാക്കുന്നതല്ല, നമുക്കൊരു പച്ചയ്ക്ക് കഴിക്കാനുള്ളൊരു സാധനമാണ് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തേങ്ങ ചിരകി വെച്ചതാണ് കേട്ടോ. തേങ്ങ ചിരകി വെച്ച ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് മാങ്ങാ ചമ്മന്തി. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും മാങ്ങാ ചമ്മന്തിക്ക്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ കണ്ടോ, ഇതാ മാങ്ങ കട്ട് ചെയ്ത് തോലൊക്കെ പോക്കി തൊലി കളഞ്ഞ് നല്ല സൂപ്പറാക്കി ചെത്തി എടുത്തിട്ടുണ്ട്. അത്ര മതി, കുറച്ച് മതി. ഇത് ചെറിയ മാങ്ങയാണ്, ഇപ്പം ഉണ്ടായി വരുന്നേ ഉള്ളൂ. വീട്ടിലുണ്ടായി വരുന്ന വീഴാറായ കുഞ്ഞു മാങ്ങയാണ്. ഈ മാങ്ങ തൊലിയൊക്കെ ചെത്തി കണ്ടോ ഇങ്ങനെ പീസാക്കി എടുത്താൽ മതി. അധികം പുളിപ്പുള്ളതാണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ. അധികം പുളിപ്പായാലും ടേസ്റ്റ് പോയി. പിന്നെ വേണ്ടത് ഉപ്പ് ഞാനൊക്കെ ഇതിലെടുത്തിട്ടിട്ടുണ്ട് ഷോർട്ടായ. ഇതാ ഉപ്പ് കണ്ടോ, ഉപ്പ് വേണം. പിന്നെ നമുക്ക് കാര്യമായിട്ട് വേണ്ടൊരു സാധനമാണ് ഇതാ. ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് സൗകര്യം ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ ഉണ്ടോ ഈ മുളക് ഉണ്ടോ, കപ്പൽ മുളക് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. ഇതാ ഇങ്ങനെ ചുട്ടെടുക്കുക, ഒരു വിധത്തിൽ ഒരു ഇതായി വരുന്നവരെ ഇതുണ്ടോ ഇങ്ങനെ ചുട്ടെടുക്കുക. ഒരു 2-3-4 മുളക് ചുട്ടെടുക്കുക. ഇങ്ങനെ ചുടുക, നല്ല ടേസ്റ്റ്. അതിനൊക്കെ നല്ലൊരു മണമെന്ന് പറയും ഇത് ചുടുമ്പോൾ. ഇത് എണ്ണയിലൊന്നും ഇട്ടിട്ടാക്കണ്ട, വെറുങ്ങനെ ഗ്യാസിൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. ഇങ്ങനെ ചുട്ടെടുക്കുക എന്ന് പറയും, ചുട്ട മുളക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചുട്ടാൽ മതി കേട്ടോ, കൂടുതൽ കരിയൊന്നും വേണ്ട. ഇങ്ങനെ ചുട്ടെടുക്കുക. ഒന്നും കൂടി എടുക്കാം കേട്ടോ. പുളിപ്പുള്ള മാങ്ങ ഉള്ളത് കൊണ്ട് നല്ലതാണ്. തീരെ എരിവില്ല, ഞാൻ ടേസ്റ്റ് പോലെ. ഇതാ വേണമെങ്കിൽ ഇത് 4 മുളക് എടുത്തു കേട്ടോ. 4 മുളകാണ്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ 4 മുളകിൻ്റെ കൂടെ സാധനങ്ങളൊക്കെ ഇടണം. ഇതൊക്കെ ഇതിൻ്റെതാ, ഇത് പൊക്കതിൻ്റെ കൊളുന്ത് പൊക്കിയിട്ട് ഇതിലേക്കിടാം. ഇങ്ങനെ ഇടാം. 4 മുളക് ഇടാം കേട്ടോ. നമുക്ക് 4 മുളക് ഉണ്ടെങ്കിൽ ഇത്തിരി എരിവ് ഉണ്ടാവും. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, മിക്സിയിലേക്ക് ആദ്യം മുളക് ഇടുക, പിന്നെ മാങ്ങ ഇടുക, എന്നിട്ട് തേങ്ങ ഇതിലേക്ക് എടുത്തിടാം. കുറച്ച് തേങ്ങ, ഇത് മാത്രം മതി കേട്ടോ. ഇത് 4 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? തേങ്ങ, ഉപ്പ്, മുളക്, തേങ്ങ, മാങ്ങ കേട്ടോ. മാങ്ങ, തേങ്ങ, ഉപ്പ്, മുളക്, ഇതിങ്ങനത്തെ 4 സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് മിക്സിയിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. ഇതൊന്ന് തിരിച്ച് ഇത് മതി, ഇത്രയും മതി ധാരാളം. എന്നിട്ടിത് തുറക്കാം, മിക്സി തുറന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മുളക് ചമ്മന്തി, മാങ്ങാ ചമ്മന്തി. മുളകും മാങ്ങയൊക്കെ അല്ലേ. ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തി. ഇതിന് നല്ല ടേസ്റ്റായിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പം പ്രത്യേകിച്ച് മാങ്ങ ഉണ്ടായി വരുന്ന ടൈമല്ലേ, എനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. ഇപ്പം മാങ്ങ ഉണ്ടായി വരുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ. മുളക് വേണമെങ്കിൽ ഒന്നും കൂടി ചേർക്കാം, എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. എനിക്ക് ഭാഗമാണ് എരിവ്, നമുക്കിത് മതി. വേണമെങ്കിൽ ഒരു മുളക് കൂടി ഇതിനെ ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി കളറ് ഇട്ട് ഇത്തിരി കൂടി എരി കൂടും. എനിക്ക് ഇത്ര എരിവ് മതി. ഞാനൊരു ഇത്തിരി വായിലിട്ടാണ്. സൂപ്പർ. വായിലങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുകയാണ്. അതുകൊണ്ട് ഈ ചമ്മന്തി കൂട്ടി എല്ലാവരും ഒന്ന് ചോറ് കഴിച്ച് നോക്കുക. ഇത് മാത്രം മതി കേട്ടോ. ചോറ് വേറെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം കൂട്ടി നന്നായിട്ട് ചോറ് കഴിക്കാം നമുക്ക്. ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. കറിയൊന്നും വെക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ. 2 കഷ്ണം മാങ്ങ, നമ്മൾ പുളിപ്പിന് മാത്രം അത് ഉപയോഗിക്കുക. പിന്നെ കപ്പൽ മുളകിടുക, പിന്നെ ഉപ്പിടുക, പിന്നെ തേങ്ങ ഇടുക. ഇത് കൂടി ഇട്ടിട്ട് ഒരു സൂപ്പർ ചമ്മന്തി കേട്ടോ. രാത്രിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കുക, കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ലതാണ്. ഓക്കെ, താങ്ക് യു.